നമസ്കാരം. ഹോർമൂസ് ഇടനാഴിക്ക് പുറമെ ബാബൽ അൽ മന്ദബ് ഇടനാഴി കൂടി അടയ്ക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇറാൻ. ഹോർമൂസ് ഇടനാഴി നമുക്കറിയാം ഇറാൻ്റെ സമീപ പ്രദേശത്താണ്. ഇറാൻ അതിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്, ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട് ഈ ഇടനാഴിക്ക് മേൽ. എന്നാൽ ബാബൽ അൽ മന്ദബ് വരുന്നത് ഒമാനും ദിജൌട്ടിക്കും ഇടയിലാണ്. പക്ഷേ ഒമാൻ്റെ ഹൂത്തി ഭീകരവാദ സംഘടനയുമായിട്ട് ഇറാന് അടുത്ത ബന്ധമുണ്ട്. ഹൂത്തികളെ നിയന്ത്രിക്കുന്നത് തന്നെ ഇറാനാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ബാബൽ അൽ മന്ദബ് ഇടനാഴിക്ക് മുകളിലുള്ള ഇറാൻ്റെ ഒരു നിയന്ത്രണവും കൂടി കടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ഇറാൻ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത്തരത്തിൽ ബാബൽ അൽ മന്ദബ് കൂടി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗത്തും നോർത്ത് അമേരിക്കയുടെ ഭാഗത്തേക്കുള്ള ചരക്ക് ഗതാഗതത്തിൽ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത്തരമൊരു ചരക്ക് ഗതാഗതത്തിന് കൂടി ഇത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധി ഇനിയും അധികം വർദ്ധിക്കും. അത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കില്ലെങ്കിൽ കൂടിയും ഈ നോർത്ത് അമേരിക്കയിലേക്കും അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്കുമുള്ള ഒരു ചരക്ക് ഗതാഗതത്തിൻ്റെ ഒരു ബാധിക്കുന്ന ഒരു അവസ്ഥ ലോകത്തിൻ്റെ ഒരു വാണിജ്യ മേഖലയിൽ വൻ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും. ലോകം എല്ലാവരും തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വലിയ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ളൊരു തന്ത്രപ്രധാനമായ നീക്കത്തിനാണ് ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇറാന് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇറാൻ ഇപ്പോൾ റഷ്യയിൽ നിന്ന് സബ്മറൈനുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ സബ്മറൈനുകൾ എല്ലാം തന്നെ പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ. അങ്ങനെ ഇറാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇറാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ലോകത്തിലെ പല രാജ്യങ്ങളും തന്നെ ഇറാനെ കൈവെടിഞ്ഞപ്പോൾ ഈ ഐറിസ് ലാവൻ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയാണ് തയ്യാറായത്. ഐറിസ് യുടെ കാര്യം വന്നപ്പോൾ തന്നെ ഇന്ത്യ ആദ്യമേ തന്നെ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയോട് അത്തരത്തിലുള്ള വലിയ ദേഷ്യമൊന്നും ഇല്ല. ഇറാൻ്റെ തന്നെ ചില മത നേതാക്കന്മാർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും, മത നേതൃത്വത്തിന് ചിലവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇന്ത്യയുടെ കരുത്തിലും ഇന്ത്യയുടെ സ്നേഹത്തിലും ഇന്ത്യയുടെ വിശ്വാസ്യതയിലും ഇറാന് തെല്ലും സംശയമില്ലാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ഇറാനിലെ ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കകത്തുനിന്ന് അമേരിക്കയുടെ പിന്തുണ ട്രംപിൻ്റെ പിന്തുണ വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 25% പിന്തുണ മാത്രമാണ് ഇപ്പോൾ ട്രംപിന് അമേരിക്കയിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ യുദ്ധം അതിൻ്റെ രൂക്ഷമായ ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെയുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാബൽ അൽ മന്ദബ് കൂടി അടയ്ക്കുന്ന ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇറാന് ദീർഘനാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ യുദ്ധതന്ത്രം മെനഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ദിവസം 2-3 ഡ്രോണുകൾ മധ്യേഷ്യയിലെ പല ഭാഗങ്ങളിലേക്കും വിട്ട് അവരുടെ സമാധാനം തകർത്താൽ തന്നെ ഇറാന് ഈ പ്രശ്നം വീണ്ടും നീട്ടിക്കൊണ്ടുപോകുവാനുള്ള ഒരു കരുത്ത് ആ പ്രദേശത്ത് ഇറാൻ ഉണ്ടാകുന്നതാണ്. അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഇറാന് വീണ്ടും ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ യുദ്ധം ഏതൊക്കെ രീതിയിലാണ് ഇനി പര്യവസാനിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.